ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള അർജന്റീനയുടെ ക്യാമ്പ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. താരങ്ങൾ എല്ലാവരും അമേരിക്കയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. മെസ്സി കൻസാസിൽ എത്തിയിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും പരിക്കുകൾ അർജന്റീനക്ക് വലിയ തലവേദന സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. അർജന്റീൻ ക്യാമ്പിലെ പ്രധാനപ്പെട്ട താരങ്ങളുടെ പരിക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഗാസ്റ്റൻ എഡൂൾ നൽകിയിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് നമ്മൾ പരിശോധിക്കുകയാണ്. മെസ്സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മൈനർ ഇഷ്യൂ മെസ്സിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഹോൺഡ്രാസിനെതിരെയുള്ള സൗഹൃദ മത്സരത്തിൽ മെസ്സി കളിക്കില്ല. പക്ഷേ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ അഥവാ അൾജീരിയക്കെതിരെ മെസ്സി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഗാസ്റ്റൻ എഡൂൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് കപ്പിന് മുന്നേ 2 സൗഹൃദ മത്സരങ്ങൾ അർജന്റീന കളിക്കുന്നുണ്ട്. അതിൽ മെസ്സി കളിക്കാൻ സാധ്യതയില്ല. ഒരു മൈനർ ഇഷ്യൂ ഇപ്പോഴും മെസ്സിക്കുണ്ട്. പക്ഷേ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിന് മെസ്സി തയ്യാറാകും എന്നാണ് ഗാസ്റ്റൻ എഡൂൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി എമിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൈവിരലിന് ചെറിയ ഒരു ഫ്രാക്ചർ ഉണ്ട്. കുറച്ച് ദിവസം അദ്ദേഹം റെസ്റ്റ് ചെയ്യും. ഈ സൗഹൃദ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചേക്കില്ല എന്നാണ് ഗാസ്റ്റൻ എഡൂൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിന് മുന്നേ അദ്ദേഹം റെഡിയാകും, ഓക്കെ ആകും എന്നാണ് ഇദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ലിയാൻഡ്രോ പരേഡസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മൈനർ ഡിസ്കംഫേർട്ട് ആണ് അദ്ദേഹത്തിനുള്ളത്. സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല, മത്സരങ്ങൾ നഷ്ടമാകും. നിക്കോളാസ് ഗോൺസാലസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു മസിൽ ടിയർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ പ്രാക്ടിക്കലി ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്നും റിക്കവർ ആയിട്ടുണ്ട്. അത് ശുഭകരമായ ഒരു കാര്യമാണ്. തന്റെ ഇഞ്ചുറിയിൽ നിന്നും ഏറെക്കുറെ അദ്ദേഹം ഇപ്പോൾ റിക്കവർ ആയിട്ടുണ്ട്. നൊഹേൽ മൊളീനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മസിൽ ടിയർ തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. ആ റിക്കവറി പ്രോസസ്സിന്റെ അവസാന സ്റ്റേജിലാണ് അദ്ദേഹം ഉള്ളത്. ഏറെക്കുറെ അദ്ദേഹവും ഈ പരിക്കിൽ നിന്ന് മുക്തനായി കഴിഞ്ഞു. നിക്കോ പാസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു നോക്കാണ് അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ളത്. പക്ഷേ പേടിക്കാനൊന്നുമില്ല. അർജന്റീനയുടെ ആദ്യ മത്സരം ആവുമ്പോഴേക്കും നിക്കോ പാസ് റെഡിയാകും എന്നാണ് ഗാസ്റ്റൻ എഡൂൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഗോൺസാലോ മോണ്ടിയലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മസിൽ ടിയർ തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അഗുസ്റ്റിൻ ഗിയായി, നിക്കോളാസ് കപ്പാൽഡോ എന്നിവർ സ്ക്വാഡിനോടൊപ്പം ട്രാവൽ ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും പരിക്കുകൾ ഒരുപാടുണ്ട്. പക്ഷെ ഒന്നും ഗുരുതരമല്ല. അത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിന് മുന്നേ അഥവാ അൾജീരിയയെ നേരിടുന്നതിന് മുൻപേ ഈ താരങ്ങൾ എല്ലാവരും റിക്കവർ ആകും, എല്ലാവരും ആ മത്സരത്തിന് ഓക്കെ ആകും എന്നാണ് ഗാസ്റ്റൻ എഡൂൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.